നമസ്കാരം. ഗുരുവായൂരുള്ളത്. ഗുരുവായൂരത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. ഈ ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്കൊക്കെ രാവിലെ പോകാൻ പറ്റിയ നല്ലൊരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അതിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 6:50 എറണാകുളം പാസഞ്ചർ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ ഒരു കിഴക്കേ നടയുടെ അടുത്തുള്ള ഒരു റൂമിലാണ്. ഞങ്ങൾ ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മുറിയൊക്കെ എടുത്ത് താമസിച്ചത്. ഇനിയിപ്പോ നേരെ നമുക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ഇവിടെ നല്ല മഴയാണ്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ടത് ആ ഒരു ഭാഗത്തേക്കാണ്. ക്ഷേത്രത്തിന്റെ ആ ഒരു കിഴക്കേ നട ഉള്ളത് അവിടെയാണ്. ഇനിയിപ്പം കൊട എടുത്തിട്ട് പോകണം. ഇനി കൊട എടുത്തോ നമ്മൾ ഈ ഒരു ഭാഗത്തെ കിഴക്കേ നടേൻ്റെ അവിടം വരെ ഒന്ന് ജസ്റ്റ് പോകാമെന്ന് കരുതി. നല്ല കാറ്റും ഉണ്ട്, മൊത്തത്തിൽ നനയും. ഗുരുവായൂരിലത്തെ പ്രധാനപ്പെട്ട നട ഇതാണ്, കിഴക്കേ നട. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഒക്കെ പകർത്തിയതാണ്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് പോയി കാണാം. അപ്പോൾ ഗുരുവായൂരിനോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഇവിടുന്ന് ഒരു ബാക്കി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഒരു 600 മീറ്റർ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. 600 മീറ്റർ നമ്മളിപ്പോഴും നടന്നുകൊണ്ട് ദൂരമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് രാവിലെ ഓട്ടോ ആക്കി പോകണമെന്ന കാര്യമൊന്നും വരുന്നില്ല. പിന്നെ ഈ മഴ മാത്രമേ ഉള്ളൂ പ്രശ്നം ആയിട്ട് വരുന്നത്. കാരണം മഴയല്ല, കാറ്റാണ്. കാരണം കാറ്റ് വരുമ്പോഴാണ് മൊത്തത്തിൽ നനഞ്ഞ് കുളിക്കുന്നത്. സമയം 6 മണിയായിട്ടാവും. രാവിലെ ഒരുപാട് ആൾക്കാരുണ്ടാവും, എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ മഴ ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും അല്ലേ. കൊടയൊന്നും ഇല്ലാത്തവർ പെട്ടുപോകും. ഗുരുവായൂർ ബസ് സ്റ്റാൻഡാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. ഇവിടുന്ന് പുലർച്ചയ്ക്ക് തന്നെ തൃശ്ശൂരേക്കും എറണാകുളത്തേക്ക് ബസ് കിട്ടും കേട്ടോ. 1 മണിക്കൂറേ ഉള്ളൂ തൃശ്ശൂരേക്കുള്ള യാത്ര. ഇനിയിപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 450 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട്. തൃശ്ശൂർ നേരെ 29 കിലോമീറ്റർ. ആ തൊട്ട് മുന്നിൽ തന്നെ ഒരു സർക്കിളുണ്ട്. അവിടുന്ന് ഇടത് ഭാഗത്തേക്കാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ റോഡ് വഴി വരുമ്പം തന്നെ ഇവിടെ തന്നെ വലിയൊരു ബോർഡ് കാണാം, ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ അങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. നമുക്ക് ഈ ഷോട്ട് എടുക്കാം. ഇവിടെ തന്നെ ഈ ഒരു ബോർഡ് കാണാം. അപ്പോൾ ഈ വഴി തന്നെ ചേർന്ന് വന്നാൽ മതി. ഇതിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ റോഡാണിത്. ആ വലിയൊരു മഴ പോയി കേട്ടോ. ഇപ്പം ചെറിയ രീതിയിലേ മഴയുള്ളൂ. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല ഒരു മാതൃക തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ പണിയെടുത്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അതേ മോഡൽ. ഗുരുവായൂർ അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ വണ്ടി 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം, നേരെ പ്ലാറ്റ്ഫോമിലോട്ട് കയറാം. നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WP4. സമയം കറക്റ്റ് 6:21. ഇതിവിടുത്തെ വെയിറ്റിംഗ് റൂമാണ്. ഇവിടെയുണ്ട് 2 വെയിറ്റിംഗ് റൂമുണ്ട്. തിരക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പുറകിലോട്ട് പോവാം, അവിടെ കയറാം. ഈ മുന്നിലൊന്നും കയറണ്ട. ഇവിടെയാണ് ആ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്, പുറത്തേക്കുള്ള വഴി. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തൊന്നും റൂഫില്ല. അതുകൊണ്ട് മഴ വന്നാൽ നനയല്ലാതെ വേറെ രക്ഷയില്ല. പിന്നെ ഇവിടെ ഇത് ഈ ട്രെയിനിൻ്റെ റേക്ക് ഷെയറിങ് എറണാകുളം ഗുരുവായൂർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ നിന്ന് പുനലൂരിലേക്ക് പോകുന്നുണ്ട്. എറണാകുളം കായംകുളം പോകുന്നുണ്ട്. പിന്നെ ഇത്രയും സ്ഥലത്തേക്കാണ് ഈ ഒരു ട്രെയിൻ റേക്ക് ഷെയറിങ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നും കയറണ്ട, അങ്ങ് പുറകിലോട്ട് പോവാം. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ ഈ സൗകര്യമൊക്കെ ഉണ്ട്, ഇരിക്കാൻ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലേഡീസ് കോച്ചാണ്, ലേഡീസ് ഓൺലി. നിങ്ങളിങ്ങനത്തെ കയറുമ്പം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും കോച്ചിൽ ചാടി കയറരുത്. കാരണം ആദ്യം ഇത് ലേഡീസ് കോച്ചാണോ എന്നൊക്കെ നോക്കണം. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടലി 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇവിടെ ഇതാ ഗുരുവായൂർ എഴുതിയിട്ടുള്ള ഒരു നെയിം ബോർഡ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷിൽ ഇവിടെ പേരുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് GUV എന്നാണ്. ഇനിയിപ്പോൾ ഇവിടെ സ്റ്റേഷൻ എൻഡ് ചെയ്യുന്നുണ്ട്, ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. അതൊന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ കാണുന്ന ഇവിടെ സ്റ്റേഷൻ അവസാനിച്ച്. ഇനിയിപ്പോൾ ഇവിടെ വരാനുള്ള ട്രെയിൻ ചെന്നൈയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്. അതിനിപ്പോൾ ഇവിടെ വരും.
ഇനി ഞങ്ങൾ ഈ ഒരു പുറത്തുനിന്ന് മഴ കൊള്ളുന്നില്ല, നമുക്ക് ഈ ഒരു ട്രെയിനിൻ്റെ അകത്തേക്ക് തന്നെ കയറാം. ഗാർഡിൻ്റെ കോച്ച് കഴിഞ്ഞോടില്ല, ഈ കോച്ച് കയറുന്നില്ല, നമുക്ക് ഈ ഒരു കോച്ച് കയറാം. ഇല്ല, തിരക്കൊന്നും വന്നിട്ടില്ല. ഇവിടെ ആയിട്ടിരിക്കാം, ഈ ഒരു ഭാഗത്തായിട്ട്, അതാ നല്ലത്. അല്ല വേണ്ട, എമർജൻസി ഇത് ഉയർത്താൻ പറ്റും തോന്നില്ല. നോക്കട്ടെ, ഇവിടെ വേണ്ട, അല്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരിക്കാം. ഞങ്ങൾ നേരത്തെ കാണിച്ചാൽ അവിടെ ഇരുന്നില്ല കേട്ടോ, കാരണം ഈ മഴ വന്നിട്ട് ഷട്ടർ അവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യത്തിന് ഷട്ടറൊക്കെ ഇട്ടുകൊണ്ട് വെള്ളമൊന്നുമില്ല. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ലഗേജൊക്കെ വെക്കുക. നല്ല തിരക്കൊന്നും, ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ കയറിയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഡോറിൻ്റെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് ആദ്യത്തെ സർവീസ് എന്നുള്ളത് രാവിലെ 3:25 തിരുവനന്തപുരം ഇൻ്റർസിറ്റിയാണ്. പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. ആ വണ്ടി എന്ന് വെച്ചാൽ തൃശ്ശൂർ നേരെ പാലക്കാട് വഴിയല്ല കേട്ടോ, നേരെ തിരുവനന്തപുരം പോയി തിരുച്ചിറപ്പള്ളി ആ വഴി ഇങ്ങനെ വളഞ്ഞു വന്നത്. ഒരുപാട് എന്താ പറയുക, ഒരുപാട് നേരെ ഇരിക്കണം. നമ്മൾ ആ വണ്ടീന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് ഇവിടുന്ന് ഗുരുവായൂരിന് എറണാകുളം വരെ ഈ പറഞ്ഞ അൺറിസർവ്ഡിനായത് 25 രൂപയാണ് ഒരാൾക്ക്, 2 പേർക്ക് 50 രൂപയായി. ഇപ്പോൾ ഉണ്ടല്ലോ ഈ വണ്ടി ഇവിടുന്ന് ഗുരുവായൂരിന് എറണാകുളം വരെ പോകുന്ന സകലമാന സ്റ്റേഷനിൽ നിർത്തിയിട്ടേ പോകുള്ളൂ. ആ സകലമാന റെയിൽവേ സ്റ്റേഷനും ഞങ്ങളിത് കവർ ചെയ്യുന്നതാണ്. കറക്റ്റ് 6:50 തന്നെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂർ. ഓൺ ടൈമിൽ തന്നെ വണ്ടി എടുത്തു. ആ രാവിലെ ഉണ്ടായ മഴയൊക്കെ പോയി, ഇപ്പം കാണുമ്പോൾ എന്താ ഒരു സുഖം. അപ്പോൾ ആ ബാഗിട്ട റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഴുവനും നനഞ്ഞു. ഈ തൃശ്ശൂരേക്ക് പോകുമ്പം മുന്നേ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അമലാനഗർ. ഇപ്പം നിലവിലില്ല. ഇതാണ് 2ാം നമ്പർ പ്ലാറ്റ്ഫോം. അതിന് തൊട്ടപ്പുറത്തുള്ളത് 3. മഴ പെയ്തു പോയതിനു ശേഷം ഈ ഒരു കാഴ്ച കാണാൻ എന്താ ഭംഗിയല്ലേ. ട്രെയിൻ ഇപ്പോൾ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായി. ഞങ്ങളങ്ങനെ ഈ ഒരു മെയിൻ ലൈനിലേക്ക് കയറുകയാണ്. നേരെ വടക്കാഞ്ചേരി അങ്ങനെ പോകും. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ ട്രെയിൻ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ്റെ 3 ഭാഗത്തേക്ക് റെയിൽ പാതകൾ പോകുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞ ഗുരുവായൂർ, പിന്നെ അതുപോലെ തന്നെ വടക്കാഞ്ചേരി ഭാഗം, പിന്നെ തൃശ്ശൂർ ഭാഗം. എന്നിരുന്നാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ അല്ല. പലരും ചോദിച്ചൊരു എന്താ പറയുക, ഒരു സംശയമാണ്. ഞങ്ങൾക്കും തോന്നിയാണ്. ഞങ്ങൾ വീട്ടിലുണ്ടല്ലോ, നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് വരുന്ന ഒരു പാസഞ്ചർ ഉണ്ടല്ലോ രാവിലത്തെ, അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ എന്തൊരു വിഷയം കൊണ്ടും പിന്നെ എന്തൊക്കെ നമുക്ക് അറിയാത്ത കാര്യം കൂടിയുണ്ട് ജംഗ്ഷൻ ആവാത്തത്. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഇവിടുന്ന് വണ്ടി എടുത്തു കേട്ടോ, 1 മിനിറ്റാണ് നിർത്തിയത്. ഇവിടെ തന്നെ ഇതാ പൂങ്കുന്നുള്ള ഒരു ബോർഡും ഉണ്ട്. സമയം 7:20. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശിവ പേരൂർ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്.
ഇപ്പം ഇവിടെ എല്ലാം വേക്കൻ്റ് ആയിട്ട് കണ്ട ഇതൊക്കെ ഇപ്പോൾ ഫുള്ളാവും. കാരണം ഇനിയിപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് ഇവിടുന്ന് നല്ല തിരക്കുണ്ട് കയറാൻ വേണ്ടിയിട്ട്. സമയം കറക്റ്റ് 7:30 ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല മഴ. ഈ ഒരു ഒല്ലൂരിൽ നിന്ന് നല്ല ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണിത്. വണ്ടി എടുത്തു. മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിൻഡൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അടുത്ത സ്റ്റേഷനായ പുതുക്കാടെത്താനായി. ഈ ഒരു വിൻഡൊക്കെ തന്നെ ഒരു ക്ലിയറും ഇല്ല. മൊത്തത്തിൽ ഇത് എന്തൊക്കെയോ അഴുക്കൊക്കെ പറ്റി കിടക്കുക. ഇത് വൃത്തിയാക്കുന്നൊന്നുമല്ലല്ലോ. സമയം 7:43. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റാണ് സ്റ്റോപ്പ്. നെല്ലായി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ മാറി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഈ ഒരു ബെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാട് പിടിച്ചത് കാണുന്നില്ലേ? അതൊക്കെ വെട്ടി വൃത്തിയാക്കി കൂടെ? ഒരുപാട് പേർക്ക് ഉപകാരപ്പെടൂലേ അതൊക്കെ. സമയം കറക്റ്റ് 8 മണിയായി. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നമ്മുടെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ ആൾക്കാർ കയറി. വണ്ടി ഏകദേശം ഫുൾ തന്നെ ആയി. സമയം 8:10. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഈ ആതിരപ്പള്ളി വാട്ടർഫാളിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് 33 കിലോമീറ്ററാണ് ഉള്ളത്. അതുപോലെ തന്നെ വാഴച്ചാൽ വാട്ടർഫാളിലേക്കും. ആതിരപ്പള്ളി കഴിഞ്ഞിട്ടാണല്ലോ വാഴച്ചാൽ വരുന്നത്. അതിരപ്പള്ളി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെയാണ് കാണാൻ പോകേണ്ടത്. കാരണം മൺസൂണാണല്ലോ, നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ചാലക്കുടി പുഴ. ട്രെയിൻ ഇപ്പോൾ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ധ്യാന കേന്ദ്രമൊക്കെ ഉണ്ട്. ഈ ഒരു ഗോവ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടത്തേക്കൊക്കെ വരുന്നുണ്ട്. ഡിവൈൻ നഗറിലൊന്നും അധികം ട്രെയിനൊന്നും സ്റ്റോപ്പില്ല. വളരെ കുറച്ച് ട്രെയിനുകൾക്ക് മാത്രമേ സ്റ്റോപ്പുള്ളൂ. കൊരട്ടിയങ്ങാടി ഒരു വളവിലാണ് ഈ ഒരു സ്റ്റേഷൻ ഉള്ളത്. സമയം 8:30. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്കമാലി ഫോർ കാലടി. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടായി.
റെയിൽവേ സ്റ്റേഷൻ്റെ നടുക്ക് കൂടെയാണ് ലെവൽ ക്രോസിംഗ് ഉള്ളത്. സമയം 8:41. ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ. അടുത്തത് ആലുവയാണ്. പെരിയാർ. ഇതിലൂടെ തന്നെ നടന്നു പോകാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിലൂടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിലേക്ക് എത്തിയിരിക്കുകയാണ് ട്രെയിൻ. പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രിക ഗുരുവായൂർ എറണാകുളം 800 एक्सप्रेस स्पेशल आलवार स्टेशन प्लेटफॉर्म नंबर 1 पर. സമയം 8:58. എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എടപ്പള്ളിയിൽ 1 മിനിറ്റാണ് സ്റ്റോപ്പ്. ഈ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരു ബസ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ട്രെയിനിൽ വന്നവർക്ക് ടൗൺ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ബസ് സൗകര്യമുണ്ട് ഇവിടെ. സമയം 9:10. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതാണ് എറണാകുളം സൗത്ത് ജംഗ്ഷൻ വരുന്നത്. ഈ ട്രെയിനിൻ്റെ ഭൂരിഭാഗം ആൾക്കാർ ഇറങ്ങിയത് എടപ്പള്ളിയിലും ആലുവയിലുമാണ്. ഇപ്പം ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 2 കിലോമീറ്ററും കൂടെ. ശരിക്കും ഈ ട്രെയിനിൻ്റെ വലിയൊരു തിരക്ക് ആലുവയിലാണ് ഇറങ്ങുന്നത്. ആലുവയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് കയറിയ സീറ്റ് ചിലപ്പം വൈകി വന്നിട്ട് സീറ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഗുരുവായൂരിൽ നിന്ന് കയറുമ്പോൾ എന്തായാലും ഇഷ്ടംപോലെ സീറ്റ് കിട്ടും. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ചെറിയൊരു കർവിലാണ് ഉള്ളത്. നിലവിലിപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനും എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും റിനോവേഷനാണ്. ഇതിൻ്റെ മെയിൻ ബിൽഡിങ്ങൊക്കെ ഇടിച്ച് പൊളിച്ച് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വലിയ സൗകര്യമൊന്നുമില്ല ഇരിക്കാനായിട്ട്. എറണാകുളം KSR ബംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് രാത്രി 7:30 ബാംഗ്ലൂർ എത്തും. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ്, ഇടുക്കി കട്ടപ്പന, തൃശ്ശൂർ,
കൊട്ടാരക്കര, തമിഴ്നാടിൻ്റെ അൾട്രാ ഡിലക്സ് SCTC. തൃശ്ശൂരിൽ നിന്നും 97 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജംഗ്ഷൻ. ഇവിടെ 9:25 എത്തേണ്ട ട്രെയിനാണ്. 9:19 എത്തി. ഇവിടെയുള്ളത് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്, എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ. ഇത് 10:30 ഇപ്പോൾ ഇവിടുന്ന് എടുക്കുക. മൺസൂൺ ടൈമാണല്ലോ. എറണാകുളത്തെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നിട്ടുള്ളത്. ഈ ഒരു ട്രെയിൻ കളമശ്ശേരിയിൽ മാത്രം നിർത്തുന്നില്ല, ബാക്കി ഗുരുവായൂരിന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഉള്ള സ്റ്റേഷനിലെല്ലാം നിർത്തുന്നുണ്ട്. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് എല്ലായിടത്തും നിർത്തുന്നുണ്ട്. ടോട്ടൽ 15 സ്റ്റോപ്പുകളാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത്. ഗുരുവായൂരിന്ന് എറണാകുളത്തേക്കുള്ള ചെറിയൊരു യാത്രയാണ്. പണ്ട് മുതലേ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും ഇന്ന് യാത്ര ചെയ്യാൻ പറ്റി. ഈ പ്രത്യേകിച്ചുണ്ട് ഈ ട്രെയിനിൽ കൂടുതൽ ജോലിക്കാർ, എടപ്പള്ളി പറഞ്ഞു, ആലുവ, അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇറങ്ങില്ല. ഈ എറണാകുളത്തേക്ക് വരുന്ന ഒരുപാട് ജോലിക്കാർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടല്ലോ, പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരൊക്കെയാണ് കൂടുതൽ ഈ ട്രെയിൻ ആശ്രയിക്കുന്നത്. ചെറിയ പൈസയല്ലേ ഉള്ളൂ, പിന്നെ എല്ലാ സ്ഥലത്തും നിർത്തി വരുന്നതുകൊണ്ട് അതിന്റെ തിരക്ക് നല്ല രീതിയിലുണ്ട്. കാരണം നമുക്കുണ്ടല്ലോ സ്റ്റേഷൻ മാത്രം നമ്മൾ കാണിക്കാൻ കാരണം നമുക്ക് അവിടെ നിന്ന് സീറ്റ് നടിക്കാൻ പറ്റില്ല. എണീച്ച് കഴിഞ്ഞാൽ സീറ്റ് പോകുമല്ലോ. അതെ, നല്ല തിരക്കാണ്. തീർച്ചയായും ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത ദിവസം ഞങ്ങളൊരു കിടിലം വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റം ബൈ.